എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ. രാജ്യം ഇന്ന് 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇത് വെറുമൊരു ആഘോഷമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വിളംബരം കൂടിയാണ് ഡൽഹിയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് വെറും രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ഭാവി മാറ്റിയെഴുതാൻ പോകുന്ന ഒരു വലിയ സാമ്പത്തിക കൂട്ടായ്മയുടെ പ്രതിനിധികളാണ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ ഇത്തവണത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയാണ്. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. ലോക GDPയുടെ 15% കൈയാളുന്ന 27 രാജ്യങ്ങളുടെ ഈ മഹാസഖ്യം ഇന്ത്യയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണ്? യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിടുന്ന വ്യാപാര കരാർ ഏതു തരത്തിലാണ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത യുവശക്തിയും സാങ്കേതിക മികവുമാണ് നമ്മുടെ കരുത്ത്. ആകാശ സീമകൾക്കപ്പുറം ചന്ദ്രനിലും ചൊവ്വയിലും ഭാരതത്തിന്റെ മുദ്ര പതിപ്പിച്ച ശാസ്ത്രജ്ഞർ മുതൽ ലോകത്തിന്റെ മുക്കിലും മൂലയിലും മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കഠിനാധ്വാനികളായ സാധാരണക്കാർ വരെ ഈ മുന്നേറ്റത്തിന്റെ ശില്പികളാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ്റെ സാന്നിധ്യം വെറുമൊരു നയതന്ത്ര സന്ദർശനമല്ല. ഇത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ നിർണായക ഘട്ടമാണ്. കരാറുകളുടെ മാതാവ് എന്നാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പിടാൻ പോകുന്ന കരാറിനെ സാമ്പത്തിക വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. നിലവിൽ അമേരിക്കയുടെ പുതിയ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തുന്ന കടുത്ത നികുതി നയങ്ങളിൽ നിന്നും ചൈനയുടെ വിപണിയിലെ അനിശ്ചിതത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ യൂറോപ്പിന് ഇന്ത്യക്ക് യൂറോപ്പിനെയും അത്യാവശ്യമാണ്. ഈ പരസ്പര സഹകരണം ഇന്ത്യയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ വലുതാണ്. ആദ്യത്തെ പ്രധാന മാറ്റം വാഹന വിപണിയിലാണ്. നമ്മളിൽ പലരും ലക്ഷറി വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. BMW, മെർസിഡസ് ബെൻസ്, ഔഡി തുടങ്ങിയ ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിൽ വാങ്ങണമെങ്കിൽ ഇപ്പോൾ 100% ഇറക്കുമതി തീരുവ. എന്നാൽ ഈ കരാർ നിലവിൽ വരുന്നതോടെ ഇത്തരം കാറുകളുടെയും പ്രത്യേകിച്ച് ലക്ഷറി ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി 15% കുറഞ്ഞേക്കാമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ലോകോത്തര നിലവാരമുള്ള സുരക്ഷിതമായ ആഡംബര കാറുകൾ വരും വർഷങ്ങളിൽ പകുതി വിലയിലോ അല്ലെങ്കിൽ അതിലും വലിയ വിലക്കുറവിലോ ഇന്ത്യയിൽ നിരത്തുകളിൽ ലഭ്യമാകാൻ ഇടയുണ്ട്. നികുതി 100% നിന്ന് 15% എത്തുന്നതോടെ ആഡംബര കാറുകളുടെ വിലയിൽ 30 മുതൽ 40% വരെ ലാഭിക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതോടെ ലോകോത്തര കാറുകൾ സാധാരണക്കാരായ കാർ പ്രേമികൾക്കും സ്വപ്നം കാണാവുന്ന വിലയിലേക്ക് എത്തും. യൂറോപ്യൻ കമ്പനികളായ വോക്സ് വാഗൻ, BMW, മെർസിഡസ് ബെൻസ് തുടങ്ങിയവർ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ താൽപ്പര്യം കാണിക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ നികുതി ഇളവ് നൽകാൻ ഇന്ത്യ തയ്യാറായേക്കും. ഇത് ആഡംബര ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിലും വൻ കുറവ് ഉണ്ടായേക്കും. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പ്രത്യേക ഇളവുകൾ നൽകുന്നതിനാൽ BMW i4 അല്ലെങ്കിൽ മെർസിഡസ് EQS പോലുള്ള മോഡലുകൾക്ക് പകുതിയിലോളമോ അതിനടുത്തോ വിലക്കുറവ് പ്രതീക്ഷിക്കാം. മാത്രമല്ല, നമ്മുടെ സാധാരണക്കാരായ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽസ് മേഖലയിലെ മാറ്റങ്ങൾ നിർണായകമാണ്. ഇന്ത്യയിലെ തുണിത്തരങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിൽ നിലവിൽ വലിയ നികുതി തടസ്സങ്ങളുണ്ട്. എന്നാൽ ഈ കരാറിലൂടെ നമ്മുടെ വസ്ത്രങ്ങൾക്കും കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും സീറോ താരിഫ് അഥവാ നികുതിയില്ലാത്ത പ്രവേശനം വിപണിയിൽ ലഭിക്കും. ഇന്ത്യയിൽ കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന മേഖലയാണ് ടെക്സ്റ്റൈൽസ്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും ഗ്രാമീണ മേഖലയിലുള്ളവരുമാണ്. യൂറോപ്പിലേക്കുള്ള കയറ്റുമതി വർദ്ധിക്കുന്നതോടെ സൂറത്ത്, തിരുപ്പൂർ, ലുധിയാന തുടങ്ങിയ നഗരങ്ങളിലെ ഫാക്ടറികൾ മുതൽ കേരളത്തിലെ കൈത്തറി ഗ്രാമങ്ങൾ വരെ സജീവമാകും. ഇത് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വാഹന വിപണിയിലും തുണിത്തരങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ല ഈ മാറ്റങ്ങൾ. സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ വിപ്ലവത്തിന്റെയും പുതിയ വാതിലുകളാണ് ഈ കരാറിലൂടെ തുറക്കപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയന്റെ പക്കലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ സെമി കണ്ടക്ടർ നിർമ്മാണം, ഹരിത ഊർജ്ജം എന്നീ മേഖലകളിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കും. നമ്മുടെ IT പ്രൊഫഷണലുകൾക്കും എഞ്ചിനീയർമാർക്കും യൂറോപ്പിലെ 27 രാജ്യങ്ങളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ ജോലിക്ക് പോകാനും അവിടുത്തെ വിപണികളിൽ സേവനം നൽകാനും ഇത് വഴിയൊരുക്കും. ഓസ്ട്രേലിയ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിട്ടു കഴിഞ്ഞു. ഈ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും. ഉദാഹരണത്തിന്, ഓസ്ട്രേലിയയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലിത്തിയം പോലുള്ള ധാതുക്കൾ എത്തിച്ച് ഇന്ത്യയിൽ ബാറ്ററി നിർമ്മിച്ച് അത് യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിലൂടെ നികുതിയില്ലാതെ യൂറോപ്പിലേക്ക് കയറ്റി അയക്കാം. അതായത് മറ്റു രാജ്യങ്ങളുമായുള്ള കരാറുകൾ ഇന്ത്യയെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറ്റുമ്പോൾ EU കരാർ ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാക്കി മാറ്റും.
UAE-യുമായുള്ള കരാർ വഴി ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ അറബ് നിക്ഷേപം എത്തുന്നുണ്ട്. ഈ പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫാക്ടറികളിലെ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് ലാഭകരമായി കയറ്റി അയക്കാൻ EU കരാർ സഹായിക്കും. അതായത് ഓരോ കരാറും അടുത്ത കരാറിനുള്ള ചവിട്ടുപടിയാണ്. ഇത് ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം വർദ്ധിപ്പിക്കാനും രൂപയുടെ മൂല്യം ഉയർത്താനും സഹായിക്കും. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ കർത്തവ്യപഥിൽ അരങ്ങേറുന്നത് വെറുമൊരു സൈനിക പരേഡല്ല. അത് ആഗോള സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന ഇന്ത്യയുടെ ഹൃദയമിടിപ്പ് കൂടിയാണ്.